ജമ്മുകശ്മീരിൽ റിയാസി ജില്ലയിൽ ഭീകരർക്കായി സംയുക്ത ഓപ്പറേഷൻ സൈന്യം ആരംഭിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. വെടിവയ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ 10 മരണം എന്നുള്ളതാണല്ലോ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നു. ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ വെടിയുതിർത്തതിന് ശേഷം ഭീകരാക്രമണം എന്നുള്ളതാണ്. ഡൽഹി സത്യപ്രതിജ്ഞ നടത്തുന്നതിന് ശേഷം ആ ഒരു സമയത്ത് നടത്തിയ ഭീകരാക്രമണത്തെ വലിയ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ വിവരങ്ങൾ തേടി കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സത്യപ്രതിജ്ഞ കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ കേന്ദ്രമന്ത്രി അമിത്ഷായും ഇതിനെ അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല, കർക്കശമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നിലവിൽ ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ജിഷ്ണു. മാത്രമല്ല, പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി. ലക്ഷ്മി, ഇന്നലെയാണ് ജമ്മു കശ്മീരിൽ റിയാസി ജില്ലയിൽ തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 30 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. രാത്രി 9 മണിയോടുകൂടി തന്നെ പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ, മെഡിക്കൽ ബുള്ളറ്റിൻ പരിശോധിക്കുമ്പോൾ ഈ പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണ്. പക്ഷെ 4 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. അതേസമയം റിയാസി മേഖലയിൽ ഇപ്പോൾ ഭീകരർക്കായി സംയുക്ത പരിശോധന സൈന്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. ജമ്മുകശ്മീർ പോലീസും CRPF-ഉം സൈന്യവും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. കൂടാതെ ജമ്മു ശ്രീനഗർ ദേശീയ പാതയിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കശ്മീർ താഴ്വരയിൽ സൈന്യം നടത്തിയ ഭീകരവേട്ടയിൽ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയിലുള്ള 2 ഭീകരരെ വധിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ജമ്മു കശ്മീരിലെ റിയാസി മേഖലയിൽ നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 10 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് റിയാസി മേഖലയിൽ പരിശോധന തുടരുകയാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.